ഹലോ അച്ഛാ. ആ സിന്ധുമോളെ, ഞാനാ സാമുവൽ. സുഖാണോ? ആ സുഖമാണ്. ഹണിയോടെ? അവള് കുളിക്കുവാ. ഞാൻ വിളിച്ചതേ, ആ വില്യംസിൻ്റെ ചേട്ടൻ മാർട്ടിനില്ലേ, ഗുണ്ടയാ, അവനോട് വന്നിരുന്നു. എന്നിട്ട് കുറേ ഭീഷണിയൊക്കെ മുഴക്കിട്ടാ പോയത്. എൻ്റെ പേടിയെന്തെന്ന് വെച്ചാൽ ഇനിയിപ്പം അവൻ അവിടെ ഒന്നും വല്ല പ്രശ്നം ഉണ്ടാക്കുന്നു. ഇവിടെ വന്ന അടിച്ചാണ്ട് കയ്യും കാലും ഓടിക്കും. അച്ഛൻ ധൈര്യമായിട്ട് ഫോൺ വെച്ചു. ഇവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. ശരി മോളെ, ഞാൻ വിളിച്ചെന്ന് അവളോടൊന്ന് പറഞ്ഞേക്കണേ. ഇവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ പറഞ്ഞല്ലേ. വാ, ഫ്രീ ആയിരിക്കൂ വക്കീലെ. പുള്ളി ഒരു കുഴപ്പമില്ല, ഞാനുണ്ടല്ലോ. വാ. ഗുഡ് മോർണിംഗ് സാർ. കയറിയിരിക്കും വക്കീല. താങ്ക് യു. ഒന്നടിക്കുന്നോ? വേണ്ട സാർ, കോടതിയിൽ പോകാനുണ്ട്. എന്തായാലും പ്രശ്നം ഉണ്ടായിരുന്നോ? ഒരു പ്രശ്നമില്ല സാർ, നമ്മളിറക്കിയ പാർട്ടികൾക്ക് ഒരു എഫ്ഐആറും വരുത്തില്ല. ഗുഡ്. ഡാ മേലാ ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞ ഈ ചീപ്പ് പരിപാടിയായി ഇറങ്ങരുത്. അതൊക്കെ ഔട്ട്ഡേറ്റഡ് ആടാ. നിനക്ക് പണത്തിന് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഇപ്പം MDMക്ക് നല്ല സ്കോപ്പാണ്. നിന്റെ പേഴ്സണൽ കാര്യങ്ങളും നടക്കും, ഇഷ്ടം പോലെ പണം ഉണ്ടാക്കാം. അല്ലേ വക്കീലെ? അതെ, കേക്ക്. എനിക്ക് എങ്ങനെയെങ്കിലും കുറച്ച് കാശുണ്ടാക്കിയാൽ മതി. നിനക്ക് ഞാനൊരു മാരേജ് പ്രപ്പോസൽ കൊണ്ടുവന്നില്ലേ, അത് നടക്കുന്നത് വരെയെങ്കിലും മര്യാദയ്ക്ക് ജീവിക്കും. അത് നടക്കേണ്ടത് എൻ്റെ കൂടി ആവശ്യമാണ്. എനിക്ക് ബിസിനസ്സിൽ നഷ്ടപ്പെട്ട സ്വത്ത് തിരിച്ചു പിടിക്കാനുള്ള ഏക മാർഗം. പ്രതികാരം ഞാൻ ചെയ്തു, പക്ഷെ അതിലൊരാൾ രക്ഷപ്പെട്ടു. അതാരാണെന്ന് നിനക്കറിയാവോ? നീ കെട്ടാൻ പോകുന്ന പെണ്ണ് ജൂലി. ഇതെന്റെ തീരുമാനമാണ്, അനുസരിക്കുക. എന്തായാലും കുറച്ച് ദിവസം ജയിലിൽ കിടന്നല്ലേ, അതിൻ്റെ ഒരു വിഹിതം നിന്റെ ആ ബ്രദറില്ലേ, എന്താ പേര്? മാർട്ടിൻ. ആ, അയാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ചെന്ന് വാങ്ങിച്ചു. ഓക്കെ വക്കീലേ, അപ്പം ഇനി അടുത്തത് എന്താണ് പരിപാടി? റൂട്ടൊക്കെ ക്ലിയർ ആയിരുന്നല്ലോ. സാറ് ലൊക്കേഷൻ ഇട്ടായിരുന്നല്ലോ. കരിക്കും കൂട്ടി 2 ബർക്കാടി അടിക്കാമെന്ന് വിചാരിച്ചു. 2 ദിവസത്തെ ലീവാക്കി. ഇതുപോലെ ദുരിതം പിടിച്ചൊരു പണി. നാട്ടുകാർക്ക് വേണ്ടി ജീവിച്ച് നമ്മുടെ ജീവിതം ഹോമിക്കുന്ന നമ്മുടെ പണി. അടെ മോള് അടിക്കൂ. ആ ബെക്കാടിയല്ലേ, നോക്കാം. സാറിന്റെ വീഡിയോയോ? അത് ഞാൻ അന്നാ ഡിലീറ്റ് ആക്കിയല്ലോ. പിന്നെന്തിനാ എന്നെ വിളിച്ചത്? വീഡിയോ കണ്ടിട്ട് കിടന്നുറങ്ങാൻ പറ്റണ്ടേ, നേരിട്ട് കാണണമെന്ന് തോന്നി. കണ്ടാ മാത്രം മതിയോ അതോ? മോളുടെ ഇഷ്ടം, നിർബന്ധമില്ല. അറിഞ്ഞു തരണം. സാറിന് നാണല്ലേ? മോളുടെ പ്രായമല്ലേ എനിക്കുള്ളൂ. എന്തായാലും ഞാൻ മോശക്കാരിയാ. ഇനി സോഷ്യൽ മീഡിയയിൽ സാറ് കൂടെ നാറണ്ട. ഓക്കെ, ബൈ. സാറേ, എനിക്ക് ഹണി ഒന്ന് കാണണം. മനസ്സിലായില്ല. ഞാൻ ഹണിയുടെ അപ്പനാ. ഹണിയുടെ അപ്പനാണോ? ആ. എനിക്ക് ഒരു കാര്യം പറയാനായിരുന്നു. മഞ്ജു, ഒന്ന് നോക്കിയേക്കണേ, ഒന്ന് വരൂ. വരൂ, കയറിക്കോളൂ. വരൂ, ഇരിക്കൂ. സാറേ, കഴിക്കാൻ എന്താ വേണ്ടേ? എന്താ വേണ്ടേ? 2 ചായ. ആ, ഓക്കെ. എന്താ സാറേ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞ? ഹണിയുടെ കാര്യം തന്നെ. അവളെൻ്റെ ബിസിനസ് പാർട്ണറാക്കിയാൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ അവളെ ബിസിനസ് പാർട്ണറാക്കുന്നത് എൻ്റെ ലൈഫ് പാർട്ണറാക്കാൻ കൂടിയാണ്. മനസ്സിലായില്ല എനിക്ക്. എനിക്കവളെ കല്യാണം കഴിയും. എനിക്കവളെ ഇഷ്ടമാണ്.
നിനക്കതറിയോ? ഇല്ല, അപ്പന സംഭവമാണെങ്കിൽ അവളോട് പറഞ്ഞാൽ മതി. മോൻ്റെ വീട്ടുകാർക്കറിയോ? വീട്ടിൽ എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ. എൻ്റെ ഇഷ്ടം തന്നെയാണ് അമ്മയുടെ ഇഷ്ടം. അമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഇഷ്ടം തന്നെയാണ് അമ്മയുടെ ഇഷ്ടം. ഞാൻ ഒന്ന് ആലോചിക്കട്ടെ, ഭാര്യയായിട്ടൊന്ന് സംസാരിക്കാം. മതി. ശരി എന്നാൽ. ചേച്ചി എന്താ മഴയത്ത് ഇവിടെ നിൽക്കുന്ന? ഞാനെന്നും തനിച്ചായിരുന്നല്ലോ. പിന്നെ മഴ, അത് പ്രകൃതിയുടെ ദുഃഖമല്ലേ. ഈ ചേച്ചി എന്നുള്ള വിളി വേണ്ട, ഭയങ്കര ഫോമല. സിന്ധു ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ? പ്രണയമാണോ നീ ഉദ്ദേശിച്ചത്? എനിക്ക് സമയമില്ലായിരുന്നു കുട്ടി. പുരുഷന്മാരെ ഞാൻ വെറുക്കുന്നു. എൻ്റെ കഴിഞ്ഞ കാല ഓർമ്മകളാണ് അതിന് കാരണം. ചെറുപ്രായത്തിൽ നഷ്ടപ്പെട്ട അച്ഛനും അമ്മയും. എനിക്ക് അവരുടെ സ്നേഹം കിട്ടിയിട്ടില്ല. എനിക്ക് എന്നെപ്പോലെ സഫർ ചെയ്യുന്നവരെ സ്നേഹിക്കാനാണ് ഇഷ്ടം. അതിൻ്റെ ഒരു ഉദാഹരണമാണല്ലോ നീ. ശരിക്കും പറഞ്ഞാൽ നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് എനിക്ക് കാഷ്വൽ എൻകൗണ്ടേഴ്സ് ഉണ്ടായിട്ടുണ്ട്. ഈ 30 വയസ്സിനുള്ളിൽ സ്നേഹിച്ചിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. സ്നേഹിച്ചിട്ടുണ്ട്, സെക്സും ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് പുരുഷന്മാരായിട്ടല്ല, സ്ത്രീകളുമായിട്ട്. പിന്നെ പെണ്ണാണെങ്കിലും സ്നേഹത്തോടെ നമ്മളെ സ്പർശിക്കുമ്പോൾ നമ്മളെ പ്രണയവികാരത്തിൻ്റെ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകും. എനിക്കിപ്പോൾ നിന്റെ പ്രണയം മനസ്സിലാകുന്നു. നീ എന്നെ സ്നേഹിക്കുന്നു അല്ലേ? ഐ ലവ് യു. ഐ ലവ് യു സിന്ധു.
വേഗം നിൽക്കുകയും പോയിട്ട് രണ്ടെണ്ണം അടിക്കാനുള്ളതാ. അങ്ങോട്ട് നിൽക്കുകയോ? ആ ഹലോ അച്ചായോ, ഇന്നത്തെ ഭാഗ്യം ഏത് വേണം? ഭാഗ്യമൊക്കെ പോയടോ. അതിനെ പറ്റി പെട്ടെന്ന് ഭാഗ്യമൊക്കെ പോവാൻ ഞാനാ ഒന്നും പറയണ്ട, പറയുന്ന ഇറങ്ങി വരുന്ന വഴിക്ക് പോയല്ലേ. മോളെ കണ്ടു കാണും. കുറച്ച് നാളായിട്ടിത് എനിക്ക് ചേട്ടനോട് പറയണമെന്നുണ്ടായിരുന്നു. അവളാ സിന്ധുവിൻ്റെ കൂടെയാണ് നടപ്പ്. സിന്ധുവിനെ അറിയാമല്ലോ, ഈ നാട്ടിൽ അറിയപ്പെടുന്നൊരു മോശം പെണ്ണാണിപ്പോൾ. അവരിപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെയാ ജീവിക്കുന്നത്. ലെസ്ബിയൻ. നിങ്ങൾക്ക് നാണക്കട. വളർത്തുദോഷം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അച്ചായൻ അറിയാഞ്ഞിട്ടാ. നാട്ടുകാരൊക്കെ മുഖത്ത് നോക്കി ചിരിക്കും. ഡോക്ടർ അല്ല, ഓരോ തന്തമാരുടെ ഗതികേടേ. മക്കളെയൊക്കെ വളർത്തുമ്പോഴേ നന്നായിട്ട് വളർത്തിയില്ലെങ്കിൽ അവസാനം ഇതുപോലെ കരഞ്ഞോണ്ട് പോകേണ്ടി വരും. ശരിയാ, എന്നാ കട അടച്ചേക്കാം. ശരി. Hey, വാ. Come on. വാ. വാ. ദാ അവിടെ. വാ. ചേട്ടാ കടല കടല വേണ ചേട്ടാ? വേണ്ട ചേട്ടാ, നല്ല ചൂടുള്ള കടല. വേണ്ടാന്ന് പറഞ്ഞില്ലേ. ഓ ഹലോ അച്ചായ, നിങ്ങളിപ്പോ എവിടെയാ? നമ്മുടെ മോള് കൈവിട്ടു പോയ ലക്ഷണമാണ്. നിങ്ങൾ എന്തോന്നീ പറയണത്? അവളെ കണ്ടോ? കണ്ടു. ഒന്നല്ല, പലവട്ടം പല സ്ഥലത്ത് വെച്ച് കണ്ടു. എടി, എനിക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അവളുടെ രീതി എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്താണെന്നൊന്നും തെളിച്ചു പറ. എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടേ. അവളൊരു പെണ്ണുമായിട്ട്. അച്ഛൻ എന്തീ പറയണേ? എനിക്കത് പറഞ്ഞു മനസ്സിലാക്കാൻ അറിഞ്ഞൂടാ. ഞാൻ നേരിട്ട് വന്നിട്ട് എല്ലാം പറയാം. എത്രയും വേഗം അവളുടെ കല്യാണം നടത്തണം. എനിക്ക് ഭ്രാന്തെടുക്കുന്നതേ. എന്റെ കർത്താവേ, എന്തൊരു പരീക്ഷ! എന്റെ മോളോടെ എന്തിനാ നീ അവളെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത്? അവളങ്ങനെ പറഞ്ഞോ? അങ്ങനെ പറഞ്ഞില്ല. ആണും പെണ്ണും തമ്മിൽ ഒന്നിച്ച് താമസിക്കുന്ന അറിയാം.
പക്ഷെ എന്ത് രീതിയാണ്? അങ്ങനെ ഒരു രീതി എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? എന്റെ കണ്ണുകൊണ്ട് കണ്ടതാടി. നീ അവളെ കൂടെ കണ്ട ബാറിലും കടലിലും ഒക്കെ കുത്തി പറയുന്നു. എനിക്ക് പറയാൻ തന്നെ അറപ്പ് തോന്നുക. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? സ്നേഹം ആര് തരുന്നു അവരുടെ കൂടെ ജീവിക്കുന്നതാണ് എന്റെ പോളിസി. നീ ഒരു കാലത്ത് തരാതില്ലടി. ഒരു അപ്പന്റെ ശാപമാ ഈ ശാപം എന്തായാലും എനിക്ക് ഉപകാരം. ഇവിടെ നീതി നിയമമൊക്കെ ഉണ്ടല്ലോ. ഞാൻ കാണിച്ചുതരാം. ദേ വരുന്നു. മോളെ കണ്ടോളൂ. നീ സേതുവിലേയും തുടങ്ങിയാടി. ഇപ്പൊ എല്ലാം തികഞ്ഞല്ലോ. വാ നമുക്ക് വാ, വീട്ടിൽ പോവാം. ഞാൻ വീട് വിട്ട് വന്നതിന് ഒരു ലക്ഷ്യമുണ്ട്. അത് കഴിയാതെ ഞാൻ എങ്ങോട്ടും വരില്ല. എന്താണ് നിന്റെ ലക്ഷ്യം? ഈ 6 മണിക്കൂർ കഴിയുന്നതാണോ എന്റെ ലക്ഷ്യം? അതെ, ഇത്രയും നാള് നിങ്ങളെ ഞാൻ അച്ഛനാ വിളിച്ചോണ്ടിരുന്നത്. ഇപ്പളാ മനസ്സിലായത് തനി ഓട്ടോക്കാരനാണ്. ഓട്ടോക്കാർക്ക് എന്താടി കുഴപ്പം? ഞാനും എന്റെ ഭാര്യയും കൂടെ ഒന്നിച്ചാ താമസിക്കുന്നത്. അല്ലാതെ നിന്നെ പോലെ പെണ്ണും പെണ്ണും തമ്മിൽ ഒന്നിച്ച് താമസിക്കുന്നത് ഇങ്ങോട്ട് സഹിക്കാൻ പറ്റില്ല. മിസ്റ്റർ സാമുൽ, ഞാനിവിടെ ആരും പിടിച്ചു വെച്ചിട്ടില്ല. അവൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് അവളെ കൊണ്ടുപോവാം. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ അവളെ രക്ഷിച്ചു, കുറച്ച് സ്നേഹം കൊടുത്തു, എനിക്കത് തിരിച്ചും തന്നു. കൊണ്ടുപോടി അവളെ. ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുപോകും. കാണാം നിനക്ക്. എന്റെ മോളാ അവള്. മോളെ വാ, വീട്ടിൽ പോ. ഞാൻ എങ്ങോട്ടും വരുന്നില്ല. മാറ്. ഹലോ ഹലോ മോളെ ഹണി, ആരേത്? ഇത് അമ്മയാ. ആ അമ്മേ, എന്താ വിളിച്ചേ? ഞാനിപ്പോ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്നാ മോളെ വിളിക്കുന്നത്. അയ്യോ, എന്ത് പറ്റി? ജോമോനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തേക്കുവാ. അയ്യോ, എന്തിന്? ബൈക്ക് ആക്സിഡന്റാ. സാറിന് എന്ത് പറ്റി? ഏതോ ലോറി വന്ന് ഇടിച്ചിട്ടിട്ട് പോയതാ. അയ്യോ, നീ ഒരു കാര്യം ചെയ്യ്, ഇന്നത്തെ കളക്ഷൻ എടുത്തിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ആ ശരി. എടാ, ഇതൊന്ന് നോക്കിയേക്കണേ. ഹലോ, എത്തിയോ? ഞാനിപ്പോ വരാവേ. എന്റെ ദൈവമേ. മോന് എക്സ്റേ എടുത്തതിൽ ചെറിയ ഫ്രാക്ചർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരാഴ്ച റെസ്റ്റ് എടുക്കണം. വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ശരി. വിശക്കുന്നുണ്ടോ? ഒന്നും വേണ്ടേ? വേണ്ട. ഇതെങ്ങനെ സംഭവിച്ചു? ഒരു ടിപ്പർ വന്നിടിച്ചതാ. എനിക്ക് തോന്നുന്നത് ആരോ മനഃപൂർവ്വം ചെയ്തതാണെന്നാ. അന്ന് ഞങ്ങൾ മോളുടെ വീട്ടിൽ വന്നായിരുന്നല്ലോ. ഞാൻ അറിഞ്ഞില്ലല്ലോ. തനിക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയാ പറയാതിരുന്നത്. തൻ്റെ അപ്പനോട് ഞാൻ പറഞ്ഞിരുന്നു. അതിനുശേഷമാ സംഭവിച്ചത്. ഒരാഴ്ച കിടക്കണമെന്നാ ഡോക്ടർ പറഞ്ഞേക്കുന്നത്. അമ്മ, കളക്ഷൻ പൈസ. ഹണി, നീ ഷോപ്പിലേക്കല്ലേ? അവിടെ തിരക്കായിരിക്കും. അമ്മ, ഞാൻ ഇറങ്ങാം. ഞങ്ങൾ വരട്ടെ. ശരി മോളെ. ചേച്ചി, ഒന്ന് എനിക്കൊരു സംശയം. എന്ത് സംശയം?
ചേച്ചിയല്ലേ അവനിട്ട് പണി കൊടുത്തത്? എനിക്ക് നിന്നോട് ഇഷ്ടമാണെന്നുള്ളതൊക്കെ നേരാം, പക്ഷേ അതിന് ഇത്രയും ക്രൂരതകളൊന്നും ഞാൻ ചെയ്യില്ല. നീ വാ, കേറ്. സോറി. ഇറ്റ്സ് ഓക്കെ.